ഇത് അന്ത്യകാലമാണ്. ചിലർ പറയും, പാസ്റ്ററെ, ഈ പാസ്റ്റർമാരുടെ കമൻ്റാണ് ഞാൻ ഈ പറയുന്നത്, പാസ്റ്ററെ അവരൊക്കെ ഒരു സമയത്ത് ഇവരൊക്കെ ശക്തമായി ദൈവവചനം പ്രസംഗിച്ചവരാ, ഇപ്പം ഇച്ചിരി കുരുത്തക്കടക്കം ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ അവരെ അങ്ങനെ പറയുന്നില്ല. ഇനി മേലാ പറയത്തില്ല. തിരിച്ചെനിക്കൊരു ഉറപ്പ് തരണം, ഇനി മേലിൽ പിശാചെന്ന വാക്കുമുണ്ടരുത്, ശാസിക്കുകയും ചെയ്യരുത്, ഫൽസിക്കുകയും ചെയ്യരുത്. ഒരു സമയത്ത് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പരിശുദ്ധം പരിശുദ്ധം പറഞ്ഞ ദൂതൻ അല്ലയോ വെച്ചാ, ഇപ്പം ഇച്ചിരി പിശാചായി പോയെന്നും പറഞ്ഞ് അവനൊന്നും പറയല്ലേ, ചിലപ്പോൾ നാളെ മാനസാന്തരപ്പെട്ട തമിഴ്നാട് തിയറി അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ തന്നെ പോവാം. ഇനി വേറെ ചിലർ പറയുന്നത്, നമ്മൾ ആശയങ്ങളെ പറയുന്നത് തെറ്റില്ല പാസ്റ്ററെ, പക്ഷെ പേര് പറയുന്നത് അങ്ങ് ഒഴിവാക്കിക്കോട്ടെ. കള്ളൻ്റെ പേര് പറയുമ്പോൾ നിനക്ക് എന്താണോ പ്രശ്നം? നിന്റെ വീട്ടുകാരെ വല്ലതും പറഞ്ഞു? നൂറുകണക്കിന് അഭിഷിക്തന്മാർ സത്യവചനം പ്രസംഗിക്കുന്നവര് കേരളക്കരുടെ മണ്ണിലുണ്ട്. അവരൊന്നും പേരെന്താ ഷമീർ ഭാഷ നാവി വരാത്തെ? എന്താ വരാത്തെ? വന്നില്ലല്ലോ. ആമേ. പിന്നെ പേര് പറയുന്നത് ബിബ്ലിക്കലാണോ? ബിബ്ലിക്കലാണ്. പൗലോസ് ദൈവസഭയോട് പറയുക, ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി, പേരല്ലയോ പറഞ്ഞേ? ഉണ്ടെന്നില്ല. എന്നേസ് എംബ്രേസ് അവർ സത്യത്തോട് മറുത്തു നിൽക്കുന്നവർ, പേരല്ലയോ പറഞ്ഞേ? ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ അഡ്രസ് ഉൾപ്പെടെ അല്ലയോ പറഞ്ഞേ? അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു. ഏതായി നമ്മുടെ പ്രസംഗം? സത്യവചനം, പഥ്യവചനം യഥാർത്ഥമായി പ്രസംഗം, അതാണ് നമ്മുടെ പ്രസംഗം. അതിനോട് അത്യന്തം എതിർത്തു നിന്നവൻ ആര്? ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ. അടുത്ത ഭാഗം, കർത്താവ് അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അപ്പൊ പകരം കൊടുക്കേണ്ടത് ആരാ? നമ്മളാരും ഉണ്ടെന്നില്ല. പകരം കൊടുക്കാൻ നമ്മളാരും, നമുക്കാർക്കും ഇതിന് പകരം കൊടുക്കേണ്ട കാര്യമില്ല. പകരം കൊടുക്കേണ്ട ആരാ? കർത്താവ് ചെയ്തോളൂ. അപ്പൊ ചിലർ ചോദിക്കാം, അതല്ലേ ഞങ്ങളും പറയുന്നത്. അല്ല, അതിന്റെ അടുത്ത വാക്ക്, നീയോ അവനെ സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ പകരം കൊടുക്കേണ്ട ആരാ? കർത്താവ്. സൂക്ഷിക്കേണ്ടതോ സഭ. ഇവിടെ ആർക്കെങ്കിലും വിഷമം ഉണ്ടാവും വിചാരിച്ച് പൗലോസ് പേരങ്ങ് എഴുതിയില്ല. ഇനി ആരെങ്കിലും ഇതുപോലെ അടി ഉണ്ടാക്കാൻ വന്നാലോ പേര് വേണ്ട. മകനെ തിമോത്തിയോസേ, ലവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നത് കൊണ്ട് നീയും ലവനെ സൂക്ഷിച്ചുകൊള്ളുക. എവനെ പറഞ്ഞു തന്നാൽ ഞാനങ്ങ് തിരുത്തിക്കൊള്ളാന്നേ. വലിയ ഡിഗ്രി ഇല്ലല്ലോ, പഠിപ്പില്ലല്ലോ. യവനെ. അപ്പൊ ഇന്ന വ്യക്തി അയാൾ ഇപ്പൊ ദുരുപദേശം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നയാളാണെന്ന് ദൈവസഭയെ ബോധ്യപ്പെടുത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവരെ ദൈവസഭയ്ക്കകത്ത് നിന്ന് ഒഴിവാക്കി നിർത്താൻ സഭയ്ക്ക് കഴിയത്തുള്ളൂ. ഇതൊക്കെ ഷമീർ ഭാഷ ദൈവജനം കൂടി വരുന്നിടത്താ പറയുന്നേ, അല്ലാതെ പരസ്യയോഗത്തിൽ കയറിയിട്ടുണ്ട്. ജാതികളുടെ നടുവിൽ യേശുക്രിസ്തുവിൽ അല്ലാതെ മറ്റൊരുത്തരും രക്ഷയില്ലെന്ന് പരസ്യയോഗത്തിൽ പറയുന്നിടത്ത് പരസ്യയോഗത്തിൽ കയറുന്ന ഞാൻ ദുരുപദേശത്തെ കുറിച്ച് പറയാൻ പറ്റും? ഇതൊക്കെ എത്ര പറഞ്ഞാലും ഇതൊന്നും ഒരുത്തനെ തലേ കയറി കയറും. പ്രൈസ് ദി ലോർഡ്. ഉണ്ട്, കാഹളം ധ്വനിക്കാൻ സമയം എടുത്തിരിക്കുക. വല്ല വിധേനം കയറി പോണോ? പുസ്തകത്തിലേക്ക് മടങ്ങും. വിടുക. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട്, അതാണ് അടുത്ത വാക്കിന്റെ പ്രസക്തി. ആകയാൽ, അതുകൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. ഇന്നലെ ഞാൻ ഇവിടെ അടിവരയിട്ട് തെളിയിച്ചു, സ്നാനം പെന്തിക്കോസുകാരുടെ കൽപ്പനയല്ല, സ്നാനം പ്രാണനെ തന്നവന്റെ കൽപ്പനയാണ്. സ്നാനം പെന്തിക്കോസിൽ ചേരാനല്ല, സ്നാനം യേശു ക്രിസ്തുവിനോട് ചേരാനാണ്. സ്നാനം വെള്ളം തളിക്കുന്ന വകുപ്പല്ല, സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ള പരിപാടിയാണ്. അത് ഇന്നലെ വചന സഹിതം വാക്യസഹിതം തെളിയിച്ചു. അതിൽ എന്തെങ്കിലും എതിരഭിപ്രായമുള്ളവര് മീറ്റിംഗ് കഴിഞ്ഞ് വന്നാൽ വെളുക്ക സംസാരിക്കാം. കയ്യിൽ പുസ്തകം ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധം മാത്രമേ എനിക്കുള്ളൂ. ആമേൻ. സ്നാനപ്പെടണം. അവിടമാണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. അവിടെ തൊട്ട് തുടങ്ങുക. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല. പിന്നെയോ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പൊ സ്നാനപ്പെട്ടവൻ എന്തു വേണം? ഉപദേശം വേണം. സ്നാനപ്പെട്ടവനാണ് എന്ത്? ഉപദേശം.
സ്നാനപ്പെട്ടവൻ ഉപദേശത്തിന്റെ കീഴില. ചിലർ പറയാം അങ്ങനല്ല, പിന്നെ അത് അമ്മ വെള്ളത്തിൽ മുങ്ങിയല്ലേ സ്നാനപ്പെട്ടെ, മുങ്ങി മുഴുകൻ സ്നാനം, ഇനി എവിടെയെങ്കിലും ചെന്ന് കയറിക്കോ, കുഴപ്പമില്ല. മുങ്ങിയിട്ട് എവിടെയെങ്കിലും ചെന്ന് കയറാൻ വകുപ്പില്ല. സ്നാനപ്പെട്ടവൻ ഉപദേശത്തിൽ നിൽക്കണം. ഇത് യേശുവിന്റെ കൽപ്പനയാ. നമ്മൾ 3 കാര്യത്തിലാണ് തെളിയിക്കുന്നത്. 1 യേശു കൽപ്പിക്കണം, 2 അപ്പോസ്തലന്മാർ ചെയ്യണം, 3 ലേഖനങ്ങൾ എഴുതപ്പെടണം. അങ്ങനെയാ ഉപദേശം സ്ഥാപിക്കുന്നത്. ഇതിൽ യേശുവിന്റെ കൽപ്പനയാണ് ഇപ്പോൾ വായിക്കുന്ന. അപ്പോസ്തലന്മാരിലേക്ക് നമ്മൾ വരും. അപ്പോൾ സ്നാനം കഴിപ്പിച്ചും, അപ്പൊ സ്നാനപ്പെട്ടവൻ എന്ത് വേണമെന്ന് പറഞ്ഞു? ഉപദേശം. ഈ ഇടയ്ക്ക് ഒരു ന്യൂ ജനറേഷൻ പ്രസംഗകൻ പറയുക, പ്രിയമുള്ളവര്, രക്ഷ സൗജന്യമാണ്, രക്ഷ ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന രക്ഷ പ്രസംഗിച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് പള്ളിയിൽ ഇരുത്തിയേച്ച് അവർ പള്ളി വന്നു കഴിയുമ്പോൾ നിബന്ധനയുണ്ട്, പ്രമാണമുണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയാം. അതൊക്കെ പൊട്ടത്തരാ. ജനത്തെ ഫ്രീ ആക്കി അങ്ങ് വിടണമെന്ന്. ഇപ്പൊ തന്നെ തൊട്ടാ പൊട്ടുന്ന പ്രായത്തിൽ നിൽക്കുന്ന പിള്ളേർക്ക് ഉപദേശം പ്രമാണമൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവർ നടക്കുന്നു. ഒക്കുമെങ്കിൽ ഒക്കുന്ന വഴിക്ക് ചാടാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ഇവരോട് ഇങ്ങനെ കൂടെ പറഞ്ഞു കൊടുത്താൽ പിന്നെ വല്ല രക്ഷയുണ്ടോ? അതുകൊണ്ട് ഒരു തിരുത്തൽ അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് പറയുക, രക്ഷ ഫ്രീ അല്ലെന്നും രക്ഷ സൗജന്യം അല്ലെന്നും ഞങ്ങളൊക്കെ 5000 രൂപ വീതം കൊടുത്താൽ രക്ഷിക്കപ്പെട്ടതെന്നും ഇന്നുവരെ നമ്മുടെ പിതാക്കന്മാരോ ഈ ഇരിക്കുന്ന ദൈവാസന്മാരോ പ്രസംഗിച്ച് കേട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. കാരണം രക്ഷ സൗജന്യമാ, അതിൽ തർക്കമില്ല. പക്ഷേ രക്ഷിക്കപ്പെടുന്നത് വരെ നിനക്ക് എങ്ങനെയും ജീവിക്കാം, പ്രശ്നമില്ല. രക്ഷിക്കപ്പെട്ടോ എങ്ങനെയും ജീവിക്കാൻ വകുപ്പില്ല. ഫ്രീ ആയിട്ടല്ലയോ കയറ്റിയത് സഭയ്ക്കകത്ത്? ശരിയാ. നിങ്ങൾ ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുക, സർക്കാരിന്റെ ബസ് വന്ന് നിൽക്കുക, അതിനകത്തോട്ട് കയറുന്നതിന് കാശ് കൊടുക്കണോ? വേണ്ട. നിങ്ങൾ എന്തിനാ കയറുന്നതിന് കാശ് കൊടുക്കുന്നത്? നിങ്ങൾ ഇവിടുന്ന് ഹൂസ്റ്റണിലോട്ടോ അല്ലെങ്കിൽ ഏതോ സ്ഥലം ഡാളസിലോട്ടോ പോകാൻ കയറി നിൽക്കുക, കയറുന്നതിന് കാശ് കൊടുക്കണ്ട. കയറ്റം ഫ്രീയാ. കറുത്തവന് കയറാം, വെളുത്തവനും കയറാം, മുടന്തന് കയറാം, ആരോഗ്യമുള്ളവനും കയറാം, ചെകിടന് കയറാം, കണ്ണുപൊട്ടന് കയറാം, ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടവനും കയറാം. കയറ്റം ഫ്രീയാ. പക്ഷേ ഡെസ്റ്റിനേഷൻ ഇറങ്ങണമോ? 1 ടിക്കറ്റ് എടുക്കണം, വേണ്ടേ? 2 കയ്യും തലയും, 3 പുകവലി പാടി. ഇതെല്ലാം അകത്ത നിയമമാണ്. കയറ്റം ഫ്രീയാ. 4 പെണ്ണുങ്ങളുടെ മടി കയറി ഇരിക്കണം. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് അനുസരിച്ച് മാന്യമായി യാത്ര ചെയ്താൽ നിനക്ക് എവിടെ ഇറങ്ങാം? സേഫായി പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാം. അല്ല, എന്നെ ഫ്രീ ആയിട്ടല്ലേ ഇരുത്തിയെന്ന് പറഞ്ഞ് മടി കയറി ഇരുന്നാൽ ആണുങ്ങൾ അടിച്ചെടുത്ത് വെളിയിൽ കളയും. എന്തോ മനസ്സിലായി? ഉണ്ടെന്നില്ല. പിടി കിട്ടിയാ? തിരുവനന്തപുരത്ത് നിയമസഭയുടെ വാതിൽ തുറന്നു കിടക്കുക. ഇന്ത്യൻ പൗരത്വമുള്ള ആർക്കും അതിനകത്തോട്ട് കയറാം. ഫ്രീ തുറന്നു കിടക്കുക. പ്രവേശന സൗജന്യമായിട്ട് തുറന്നിട്ടിരിക്കുക നിയമസഭയുടെ വാതില്. പക്ഷേ അകത്തോട്ട് കയറിയോ 2 സെക്യൂരിറ്റി ചോട്ട് വരും. ഐഡന്റിറ്റി കാണിക്കണം. മനസ്സിലായോ? കാണിച്ച് ക്ലിയറായി അകത്തോട്ട് വിടും. അപ്പോൾ കയറ്റം ഫ്രീയാ. സെക്യൂരിറ്റിക്കും ഗവൺമെന്റിനും കാരും പൈസ ഒന്നും കൊടുക്കേണ്ട, കയറ്റം ഫ്രീയാ. അകത്ത് ചെന്നാൽ സ്പീക്കറുടെ കസേരയിൽ പോയിരിക്കാൻ നോക്കൂ? കൊണ്ടുന്നില്ല. തോന്നുന്നിടത്ത് കയറിയിരിക്കാൻ നോക്കൂ? തോന്നുന്നത് വിളിച്ചു പറയാൻ നോക്കൂ? പറ്റില്ല. കയറ്റി വിട്ടത് ഫ്രീയാ. പക്ഷെ അതിനകത്തൊരു നിയമമുണ്ട്, അതിനനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കണം. കൃപയാലാണ് രക്ഷിക്കപ്പെട്ട ദൈവസഭയ്ക്കകത്ത് ഒരുവൻ കടന്നു വരുന്നത്. സഭ ഏതാ? അത് ഞാൻ പിന്നാലെ പറയാം. സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. ആ ലേഖനങ്ങളിലാണ് അകത്ത് വന്നവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഉപദേശം കിടക്കുന്നത്. ക്ലീനായിട്ട് അടുക്കി ചിട്ടുള്ള പുസ്തകമായത്. ഇതിനെ തോന്നിയ പോലെ വ്യാഖ്യാനിച്ചും സായിപ്പന്മാർ പ്രസംഗിക്കുന്നതെല്ലാം കൂടെ മലയാളത്തിലാക്കി പൊട്ടത്തരം അടിക്കുന്ന പരിപാടിയല്ല. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കണം. ഡിഗ്രിയും പഠിത്തവും സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ അപ്പച്ചന്മാര് ഈ പുസ്തകം അവർക്ക് വെളിപ്പെട്ട കൃപ പോലെ പ്രസംഗിച്ചതിന്റെ ഫലമാ ഇന്ന് യേശു റൂമിനകത്തിരുന്ന് കോട്ടു സൂട്ടിലും കൊട്ടുന്നൊന്നും മറന്നു പോകരുത്. അല്ലാതെ ആഴ്ച കിട്ടിയ ഓരോ വെളിവുകേട് കൊണ്ടിറങ്ങുന്ന വെളിവുകേട് പൗണ്ട് തിരിച്ചറിഞ്ഞോണം. ഉപദേശത്തിന്റെ കീഴില സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവിന്റെ കൽപ്പന കൊടുത്തിക്കട്ടെ. ഈ കൽപ്പന ഏറ്റെടുത്ത ശിഷ്യന്മാർ അടുത്ത രംഗം, അവര് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ മർക്കോസിന്റെ മാളിക മുറിയിൽ കയറിപ്പോയി. അല്ലേ?
പുസ്തകത്തിൽ കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം അല്ലേ? പരിശുദ്ധാത്മാവ് തീ നാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവർ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും തുടങ്ങി. ഇത് പുസ്തകത്തിലെ കാര്യമാണ്. ആമേൻ. പുസ്തകത്തിലെ കാര്യമാണ്. അപ്പോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, വാക്കുകളെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഒരുവൻ പ്രസംഗിക്കാൻ രംഗത്തിറങ്ങി. ആര്? പത്രോസ് പ്രസംഗിക്കാൻ ഇറങ്ങി നിന്നുകൊണ്ട് പ്രസംഗിച്ചു. ആമേൻ. മാനവജാതി പാപത്തിലായിരുന്നു. ആദാമ്യ പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിപ്പാൻ ദൈവം സാക്ഷാൽ വേഷത്തിൽ മനുഷ്യനായ ലോകത്തിലേക്ക് ഇറക്കി വന്നു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷി. പുസ്തകങ്ങളുടെ പ്രസംഗത്തിൽ ആമേൻ, യേശു തന്നെ ക്രിസ്തു. യോഹന്നാന്റെ ലേഖനം പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോഴാണ് ഒരുത്തന് വെളിവുകേടുണ്ടായത്. യേശുവും ക്രിസ്തുവും രണ്ടാം. അതും വന്ന് പറഞ്ഞത് അമേരിക്കയിൽ. എന്നാ വിവരമുള്ളവരാ കൈയടിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഉണ്ടെന്നില്ലല്ലോ. പ്രതികരിക്കുന്നവൻ എപ്പോഴും കുറ്റക്കാരൻ. ഉണ്ടെന്നില്ലല്ലോ. സത്യം പറഞ്ഞ യോഹന്നാനെ കഴുത്തറുത്ത ലോകം, സ്വർഗത്തിന്റെ മുഖം നോക്കിയിരുന്ന സ്തെഫാനോസിനെ കൊന്നുകളഞ്ഞ ലോകം, ഉപദേശം പ്രസംഗിച്ച പൗലോസിനെ കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് നേരിട്ട ലോകത്തിൽ പ്രത്യേകിച്ച് വേറൊന്നും പ്രതീക്ഷിക്കണ്ട. അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നവന് ഇവിടെ പോകാം. ഉപദേശം പറയുന്നവന് ഇച്ചിരി പാടാ. അതുകൊണ്ട് ഇപ്പൊ നാട്ടിലും പാസ്റ്റർമാരൊക്കെ ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റാ. അല്ല, എന്റെ ഭാഷ പറഞ്ഞ അവിയലിനകത്ത് എല്ലാം ഉണ്ടല്ലോ. ചുവന്ന് തുടുത്ത തക്കാളിയും നീളത്തിരിക്കുന്ന മുരിങ്ങക്കോലും അങ്ങനെ എല്ലാ വിഭാഗവും കൂടെ ചേർന്നാണ് അവിയൽ എന്ന് പറഞ്ഞത്. ഇപ്പൊ അവിയല. കൃപയുള്ള കുഞ്ഞുങ്ങളൊന്നും പാടിയ ഇപ്പൊ ആർക്കും ആത്മാവ് ഇറങ്ങത്തില്ല. ഇപ്പൊ ആത്മാവ് ഇറങ്ങണ സ്റ്റാർ സിംഗർ വരണം. ഉണ്ടെന്നില്ലല്ലോ. അങ്ങനെ ഇപ്പം ജോബി ജോൺ പാടുന്നു, കെ.സി. ജോൺ പ്രസംഗിക്കുന്നു, എം.ജി. ശ്രീകുമാർ ആത്മാവിനെ ഇറക്കുന്നു. വർഷം സ്വന്തമായി അയ്യപ്പ ഭക്തി ഗാനം എഴുതി ട്യൂൺ ചെയ്ത് കാസറ്റ് ഇറക്കുന്നവൻ പുൾപിറ്റേ കയറിയുന്നുണ്ട്. യേശുവേ വിളിച്ച ഏത് ആത്മാവ് ഇറങ്ങുമെന്ന് നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ച, എന്നിട്ട് ഞാൻ തിരുത്താം. ഞാൻ കണ്ടൊരു പാട്ടുകാരനുണ്ട് ഈ പുസ്തകത്തിൽ, പേര് ദാവീദ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു, അന്യദേവന്റെ നാമം ഞാൻ എന്റെ നാവിലെടുക്കത്തില്ല. അത് പെട്ടെന്ന് തീരുമാനം. കണ്ടതിനും കേട്ടതിനൊക്കെ പിടിച്ച് പാടി അയ്യോ പാസ്റ്ററെ, അത് ആത്മാവ് ഇറങ്ങാനൊന്നും അല്ലെന്ന്. പിന്നെ ആള് കൂടണ്ടേ? ആള് കൂടിയാലേ സഞ്ചിക്ക് തൂക്കം കിട്ടും. ഇവിടുത്തെ വിഷയം ആത്മാവിന്റെ എരിവും ആ കാര്യങ്ങളൊന്നും അല്ലെന്ന്. ഇവിടെ സഞ്ചിയായിപ്പോ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഉപദേശമൊക്കെ പ്രസംഗിക്കുന്നവരൊന്നും ഇപ്പം ഒക്കെ ഔട്ട് ഓഫ് ഫാഷനാന്ന്. സ്തോത്രം. ചിലർ പറയുന്നത് നമ്മൾ ഈ അപ്പച്ചന്മാരുടെ കാലത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല, കാലം മാറി, പുതിയ ട്രെൻഡാ. ഇപ്പം നമ്മൾ ട്രെൻഡിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറുന്നൊരു പുസ്തകമാണോ കയ്യിലിരിക്കുന്നത്? ട്രെൻഡ് മാറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ട്രെൻഡ് മാറി, കാലം മാറി, ടെക്നോളജി മാറി, ഒക്കെ ശരിയാ. പക്ഷേ ഞാൻ പഠിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ട്രെൻഡ് അല്ലടാ, ടെക്നോളജി അല്ലടാ, ആകാശം മാറട്ടെ, ഭൂമി ഒഴിഞ്ഞു പോട്ടെ. ഈ പുസ്തകത്തിലെ വചനം കാലത്തിനനുസരിച്ച് വള്ളി പുള്ളി മാറ്റം നടത്തുന്ന വകുപ്പ് ഇതിനകത്ത്. എനിക്ക് പലപ്പോഴും സങ്കടം തോന്നുന്നൊരു കാര്യം, നെഞ്ചും നെറ്റിയും കൊടുത്ത് ഈ ഉപദേശത്തിന് വേണ്ടി ആ പ്രാണഭയമില്ലാതെ നെഞ്ചും നെറ്റിയും കൊടുത്ത് നിന്ന പിതാക്കന്മാരുടെ മക്കളാ ഇപ്പൊ അവിയലിന്റെ കൂടെ കൂടുന്നെന്നുള്ളതാ. ആ അപ്പന്റെ വില പോലും കളയും. ഇതൊന്നുമല്ല ഇപ്പൊ പലരുടെയും വിഷയം. മുസ്ലിമിൽ നിന്ന് വന്നവൻ ഇതൊക്കെ പറയുന്നു. അതാ പ്രശ്നം. ഇപ്പൊ മുസ്ലിം നിനക്ക് പറയാൻ നട്ടലില്ലെങ്കിൽ തമ്പുരാൻ പറയാനുള്ളവനെ എഴുന്നേൽപ്പിക്കും.
ഞാൻ കഴിഞ്ഞ ദിവസം ദൈവാസന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കയറിക്കിടക്കാൻ ഒരു കടപ്പാടമില്ലാത്ത, സ്വന്തമായിട്ടൊന്നുമില്ലാത്ത, ഇന്ന് വരെ മാസാമാസം സപ്പോർട്ടെന്നും പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് ഒരിടത്തും പോകാതെ 13 വർഷം വിശ്വാസത്താൽ ജീവിക്കുന്നു. തൻ്റെ അടുത്തോട് പറയാം, ആരാ തന്നെ വിശ്വാസത്താൽ കർത്താവിനെ പ്രസംഗിച്ച് സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിച്ച് ജീവിക്കുന്ന, നാളെ മുമ്പിൽ എന്താണെന്ന് അറിയാത്ത എനിക്ക് ഈ ഉപദേശം പറയാമെങ്കിൽ, ഇവിടെ തൻ്റെ ഇടത്തോടെ ജോലി ചെയ്ത് ഒരുത്തനെ ആശ്രയിക്കാതെ സ്വന്തമായി ജീവിക്കാൻ ദൈവം മാന്യത തന്നിട്ടുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപദേശത്തിന് വേണ്ടി നിന്നു? ഒരുത്തനും തന്നല്ലോ ജീവിക്കുന്നത്, ഞങ്ങൾ അധ്വാനിച്ചാ ജീവിക്കുന്നത് പറയാനുള്ള പവർ നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക്. പിന്നെന്താ നിങ്ങൾക്ക് പറഞ്ഞുകൂടാ ഉപദേശത്തിന് വേണ്ടി? അമേരിക്ക എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചില കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പണം അങ്ങ് മറിയുക എന്നൊക്കെ എനിക്കൊക്കെ ചില ചിന്തയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. എന്റെ കാഴ്ചപ്പാട് മാറി ഇവിടെ വന്നപ്പോൾ. ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ കുലുക്കിയിടുന്നല്ലോ. ഭാര്യയും ഭർത്താവും ഇവിടുത്തെ ജീവിതം സത്യം പറഞ്ഞ ഇവിടെ എന്തുവാ ജീവിതം? ഇവിടെ ഒരു ജീവിതമൊന്നുമില്ല. എന്തോ ജീവിതം? എനിക്ക് സങ്കടമാവുന്നത്. ഭാര്യ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ഭാര്യ വരുന്നുണ്ടെ ഭർത്താവ് പോകുന്നു. ഇവർ തമ്മിൽ കാണുന്ന ഒരു ദിവസം ഉണ്ടേ കൃപ ഇല്ല. നോക്ക് സ്വതന്ത്രം നോക്ക്, ഒരു ജീവിതത്തിന് ഒരു നല്ല പ്രായമുണ്ട്, ഒരു ലൈഫുണ്ട്. ആ നല്ല പ്രായം മുഴുവൻ ഇവരെന്ത് ചെയ്യുക? അവരുടേതായ ഒരു പ്രൈവസി ഇല്ലാതെ, ഒന്നും എന്ത് ചെയ്യാതെ, ജീവിതമില്ലാതെ ഒരു രാവും പകലും കിടന്ന് ഇവർ അധ്വാനിക്കുക. കുറ്റം പറയാനൊക്കത്തില്ല. എന്താ? കുഞ്ഞുങ്ങളെ നോക്കണ്ടേ, മക്കളെ വളർത്തണ്ടേ, ജീവിക്കണ്ടേ? ശരിയാ. രാവും പകലും ഉറക്കം ഇച്ചിരി വയ്യാന്ന് പറഞ്ഞാൽ ഒക്കൂ. വണ്ടി ഓടിച്ച് നാട്ടിൽ സൈക്കിൾ പോലും ഓടിക്കാത്ത അമ്മച്ചിമാർ ഇവിടെ വന്ന് എന്ത് ചെയ്തു? 6 പേരെ ഓടിച്ച് ഇതെല്ലാം ചെയ്തല്ലേ കഷ്ടപ്പെടുക. നമ്മൾ അവരോട് ചോദിക്കുക, എന്തിനാ അച്ഛാ ഇങ്ങനെ? അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ പാസ്റ്ററേ. എന്തിനാ? ആർക്ക് വേണ്ടിയാ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. അവരുടെ നല്ല ജീവിതം പോലും അവർ വേണ്ടാന്ന് വെച്ച് ഇവിടെ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? കുഞ്ഞിന് വേണ്ടിയാ. കുഞ്ഞോ 18 വയസ്സാകുമ്പോൾ കുഞ്ഞ് വിളിക്കും, അപ്പൊ അടുത്ത ആഴ്ച എൻ്റെ കല്യാണോ, സൗകര്യം ഉണ്ടേ ഒന്ന് വന്ന് കൂടി വെച്ചിട്ടോ. കുഞ്ഞും പോയി. എന്ത് ജീവിതമായത്? കുഞ്ഞും പോയി. എന്ത് ജീവിതമായത്? പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയണം, അത്രയും കഷ്ടപ്പെട്ടല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നന്മ സുവിശേഷ നിമിത്തം നിങ്ങൾ കൊടുക്കുന്നത്. അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൊടുക്കുക. ഷമീറിനൊന്നും നിങ്ങൾ തരണം, ഞാൻ പിരിവിന് വന്നൊന്നുമല്ല. എനിക്ക് പറയാൻ ഏൽപ്പിച്ചോ പറഞ്ഞ ഞാൻ പോകും. കൊടുക്ക. നിറവയറോടെ നിൽക്കുന്ന അമ്മമാരുടെ പള്ളയ്ക്ക് കത്ത് കയറിയിട്ടും സഭയ്ക്കകത്ത് കയറി വന്ന് കഴുത്തറുത്ത് തള്ളിയിട്ടും ഈ പ്രാണനാഥനെ തള്ളിപ്പറയാത്തൊരു കൂട്ടം ജനം വടക്കേന്ത്യയിലും ഉൾഗ്രാമങ്ങളിലും പലയിടത്തും യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തം പീഡനം അനുഭവിച്ചും പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായും എത്ര എണ്ണം നിലവിളിയോടെ കിടക്കുന്ന യോഗ്യതയുള്ള കരങ്ങളിലെത്തിക്ക്. അല്ലാതെ കുറെ ഫോട്ടോയും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇല്ലാത്ത അനാഥാലയത്തിന്റെ പേരും പറഞ്ഞ് കുടല് കൂട്ടി നിൽക്കുന്നതിന്റെ ഫോട്ടോയും കാണിച്ച് ഇവിടുന്ന് പണം പിരിച്ചോണ്ട് പോയി റാന്നീലി വരുമേലിൽ എസ്റ്റേറ്റും വീടും വാങ്ങിച്ചു കൂട്ടുന്ന റവയ്ക്കല്ല നീ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് അറിയല കളികള്. ഹിന്ദുക്കൾക്ക് ഓണമുണ്ട്, മുസ്ലിമിന് പെരുന്നാളുണ്ട്, നമുക്ക് മാത്രം ഒന്നും ഇല്ലല്ലോ എന്നുള്ള വേദന തീർക്കാൻ ഒരു ജനറൽ കൺവെൻഷൻ. എന്തുവാ ഗുണം? സ്വദേശം വിദേശം ഉള്ളവരെല്ലാം കൂടെ വന്നുകൂടി തിന്നു കുടിച്ചു പോവാം. പിന്നെ ഗുണമുണ്ട്, 4 കല്യാണമല്ലോടെ നടക്കും. ആരാ രക്ഷിക്കപ്പെടുന്നേ? ചില പറയും ഒന്നുമല്ല സ്നാനപ്പെട്ടെ. ആരാ സ്നാനപ്പെട്ടെ? നേരത്തെ സഭകളിൽ സ്നാനപ്പെടാൻ തീരുമാനിച്ചു വെച്ചിരുന്ന പിള്ളേരെ എല്ലാം കൂടെ കൺവെൻഷൻ കഴിയുമ്പോൾ മൂക്കും. അമേൻ. നമ്മുടെ കണക്ക് വായിക്കുന്ന 10 ലക്ഷത്തിന്റെ കണക്ക്. ചിന്തിക്ക്. ലോക്കൽ പ്രാദേശിക സഭകളിൽ 30 മുതൽ 40 വരെ റേഞ്ചുള്ള പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾ ഇന്നും വിവാഹപ്രായം എത്തിയിട്ടും സാമ്പത്തികമില്ലെന്നുള്ള ഒറ്റ കാരണത്താൽ ലോക്കൽ പ്രാജ്ഞസഭയിലെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കാതെ അവരുടെ അമ്മമാർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കഴിയുക. അവരെ ബന്ധുക്കളെ ചോദിക്കുന്നു, എന്തിക്കോസി തുള്ളാനിറങ്ങിയിട്ട് വെച്ചോണ്ട് നിൽക്കുന്ന എന്താടി കെട്ടിക്കാതെ? അതും സഹിച്ചിട്ട് ഈ അമ്മ പോയി കാശുപാറ്റിൽ പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന എന്റെ ദശാംശവും സഞ്ചിയിലിട്ട് മേളിലെത്തുന്നല്ലോ. ജനറൽ കൺവെൻഷൻ 10 ലക്ഷത്തിന്റെ സ്ഥാനത്ത് ഒരു 3 കുഞ്ഞുങ്ങളെ വിളിച്ച് പരസ്യമായി വിവാഹം നടത്തി കേരളത്തിലെ അന്തസ്സായിട്ട് നിനക്ക് സുവിശേഷം പറയാം. അയ്യോ നീ ജാതിക്ക് ചെയ്യണ്ട. നിന്റെ ലോക്കൽ സഭകളിലെ അവസ്ഥ. സെൻട്രൽ കെട്ടണം പണിയണം. ഓരോ ലോക്കൽ സഭയിൽ ഇത്ര രൂപ വെച്ച് എത്തിക്കുമല്ലോ. അതുപോലെ ഒരു നോട്ടീസ് തിരിച്ചു കൊടുക്കാത്ത എന്ത്? സെൻട്രൽ നിന്ന് അറിയിക്കുന്ന എടുത്ത്
ഇന്ന വ്യക്തികൾ ദുരുപദേശകന്മാരെന്നുള്ള അറിവും ഈ നിലയിൽ പ്രസംഗിക്കുന്നവരായതുകൊണ്ട് ഇന്ന വ്യക്തികളെ പ്രാദേശിക സഭകളിൽ വിളിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സഭ ഈ പ്രസ്ഥാനവുമായി മാറി നിന്നോണം. ഒരു ലെറ്റർ കൊടുക്കാതെ എന്താ കൊടുക്കോ? കൊടുക്കണം. അല്ലാതെ പിരിവിന് വേണ്ടി മാത്രം ലെറ്റർ അയക്കുമല്ലോ, കൃത്യമായിട്ട് അത് എത്തുകയും ചെയ്യുമല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. ഹല്ലേലൂയ. സ്വതന്ത്രം. എന്നോട് പറയത്തൊന്നുമില്ല, ഒരു നിങ്ങളോടെ പറയും. അതങ്ങനെ വല്ലതും പറയാനുണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്, യോഗം കഴിഞ്ഞ് എൻ്റെ അടുത്ത് പോകാം. അല്ലാതെ കോട്ടയത്ത് നിന്ന് അടി മേടിച്ചിട്ട് കൊട്ടാരക്കര വന്ന് തെറി വിളിക്കാതെ. കോട്ടയത്ത് നിന്ന് അടി മേടിച്ചിട്ട് കൊട്ടാരക്കര വന്നിട്ട് എടുത്തോളാടാ, നല്ല കാര്യമില്ല. അമ്മേ ഞാൻ പോയി കഴിയുമ്പോൾ പറഞ്ഞു അമ്മാൻ്റെ അവൻ അങ്ങനെ പറയുന്നുണ്ട്. എന്നോട് പറ, ഞാൻ പറഞ്ഞുതരാം മറുപടി. സ്വതന്ത്രം. ഹല്ലേലൂയ. ഇത് കിട്ടുന്നുണ്ടോ? സ്വതന്ത്രം. ഇതൊക്കെ ചെയ്യും. ഞാൻ പറയട്ടെ, അമൃതാനന്ദമയും ശ്രീയും മറ്റുള്ള മരിച്ചവരും ഒക്കെ സുനാമി വന്നവർക്കൊക്കെ വീടും വെച്ചു കൊടുത്തല്ല. അതിനകത്ത് തന്നെ നിന്ന ഒരു വ്യക്തി അതിനകത്ത് വ്യഭിചാരമോ പിടിച്ചുപറിയോ മോഷണോ എന്തൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞ് പുസ്തകം വരെ എഴുതി ഇന്റർനെറ്റ് വഴി മീഡിയ വഴി ലോകം മുഴുവനെത്തി. എല്ലാവരും അറിഞ്ഞ കാര്യമുണ്ട്. എനിക്ക് വീഡിയോ പറയുന്നതിനും പിണക്കവുമില്ല. എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ല. എന്താ കാര്യം? ജനസമ്മതിയാ. ആട്ട് പോയവന് ഫ്രീ ആയിട്ട് ആട്ട് വെച്ച് കൊടുക്കും. സുനാമി വന്നവന് വീട് വെച്ച് കൊടുക്കും. സമൂഹത്തിന്റെ ഇടയിൽ വിലയുണ്ട്. നാട്ടിൽ ഇന്ന് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം അടിയാ. ഷമീർ പാസ്റ്റർ പെന്തക്കോസ്തുകാരുടെ രണ്ട് കാര്യം പറയുമ്പോഴാ ചിലർക്ക് പിടിക്കാതെ. കേരള ശബ്ദം ഉൾപ്പെടെ ലോകം മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുക പാസ്റ്റർമാര് കള്ളന്മാരാണ്. അതിലൊന്നും വേദന ഇല്ലയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നാളെ തൊപ്പിയിട്ട് മാറി നിന്നിട്ട് പെന്തിക്കോസ് അവന്മാരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അതിലൊരു ന്യായമുണ്ട്. ഒരു പെന്തക്കോസ്തുകാരൻ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവനാണ് ഞാൻ. ഞാനൊരു പെന്തക്കോസ്തുകാരനെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു. പെന്തക്കോസ്ത അനുഭവത്തിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് കള്ളത്തിന് കൂട്ടിക്കണം നിർബന്ധമൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസിലേക്ക് ഇറങ്ങിയെന്ന് പറയാ, യേശു തന്നെ ക്രിസ്തു, പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാ എന്ന ആത്മനിറവിൽ ആദ്യത്തെ പ്രസംഗം. ആത്മനിറവിൽ ഇറങ്ങി എന്ന് പ്രസംഗിച്ചപ്പോൾ പ്രവൃത്തി 2:37 എന്താ വായിക്കുന്നത് അറിയാമോ? വായിച്ചാ പ്രവൃത്തി 2:37. നിൽക്കട്ടെ, എന്തുകൊണ്ടു കേട്ടില്ല? കുത്തുകൊണ്ടെന്ന്. അപ്പൊ ആത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി എന്ന് പ്രസംഗിച്ചാൽ ഇക്കിളി അല്ല കൊള്ളുന്നത്. പുസ്തകത്തിലെ കാര്യമാണ്. ആത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ ചങ്കത്ത് കത്തി കയറും. ഇരുവായ്ത്തലയുള്ള വാളാകുന്ന സത്യമറ്റ മാംസങ്ങളെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വാള് ആത്മനിറവിൽ പ്രസംഗിച്ചാൽ അത് കേൾക്കുന്നവന്റെ ചങ്കത്ത് കത്തി കയറും. അതാ പുസ്തകത്തിന്റെ പ്രമാണം. ചക്കും ചുക്കും പറഞ്ഞ് കേട്ടോ കുത്തുകൊണ്ടു. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി അതാ. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പേരിൽ വചനവിരുദ്ധമായ വിക്രികളും കോമാളിത്തരങ്ങളും കാണിച്ചുകൊണ്ട് പലരും ഇറങ്ങിയിരിക്കുകയാണ്. പയറും തീയും, എന്റെ ചെറുപയറോ വൻപയറെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയേക്കുക. അതിലൊരുത്തം പറഞ്ഞ് ഇപ്പൊ ബാധയാകുമെന്നല്ല. പ്രവൃത്തി പുസ്തകം 24 വാക്യം എടുത്തിട്ട് പറയുകയാണ്, പൗലോസിനെ കുറിച്ച് സംബോധന ചെയ്യുവാൻ സ്വർഗം ഉപയോഗിച്ച പദം ഇവനൊരു ബാധയാ. അതുകൊണ്ട് നീയും ഒരു ബാധയായി മാറണമെന്ന്. ചങ്ങനാശ്ശേരിക്ക് നീ ബാധയാകണമെന്ന്. എറണാകുളത്തിന് നീ ബാധയാണ്. നാട്ടുകാർ തല്ലിക്കൊല്ലും ബാധയാകാൻ ഇറങ്ങിയ. അപ്പൊ ചോദിക്കാം, അയ്യോ പുസ്തകത്തിലില്ലേ? വല്ല വിവരമുണ്ടോ? പുസ്തകത്തിൽ ഒരിടത്തും പൗലോസ് എന്നല്ല ദൈവം ഉപയോഗിച്ച ഒരഭിഷിക്തനെയും സ്വർഗം ബാധയെന്ന് സംബോധന ചെയ്തിട്ടില്ല. അത് സ്വർഗം സംബോധന ചെയ്തതല്ല. തന്നെ കുറിച്ച് അന്യായം ബോധിപ്പിച്ച എതിർ കക്ഷികൾ ഭരണാധികാരികളുടെ മുമ്പിൽ പൗലോസിനെ കുറിച്ച് അന്യായം ബോധിപ്പിക്കുമ്പോൾ അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്
ഇത് ഒരു ബാധയായല്ലോ. ഇപ്പൊ എന്നെ കുറിച്ചും പറയും പലരും. അമേരിക്കയിൽ വന്നിറങ്ങുന്ന ആൾക്കാർ ചില ഉപദേശിമാരുടെ കഞ്ഞുകൂടി ഇപ്പൊ മുട്ടി വീട്ടിയിരിക്കുക. ഇവര് പറഞ്ഞ ഈ യവനക്കാരന് ഒരു ബാധയായല്ലോ എന്ന്. കാര്യം വല്ല നമ്പർ അടിച്ച് ജീവിച്ചോണ്ടിരുന്ന എല്ലാം മുട്ടി. ഇപ്പൊ ആൾക്കാരെ വളരെ ശ്രദ്ധിച്ച് വിളിക്കാറുള്ളവരതിന്. ഞാനാണ് ഫ്ലോറിഡയിലും ന്യൂയോർക്കിലും അവിടെ ഇവിടെ എല്ലാം പ്രസംഗിച്ചിട്ടാ വന്നേ. ആണ് കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ കണ്ടു രാജനാര്യപ്പള്ളി എഴുതിയേക്കുന്നു ഇനി ശക്തമായി നമ്മൾ ഒന്നിച്ചു ദുരുപദേശം തീർക്കണമെന്ന്. അവിടെ ഞാൻ പോയി പ്രസംഗിച്ച ആണ് ഇട്ടിപ്പാസ എഴുതിയേക്കുന്നു. ഇതെല്ലാം വന്ന് പ്രയോജനമുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇന്നലെ പറഞ്ഞ് എന്നെ കൊല്ലുന്ന മുസ്ലിങ്ങൾ കൊല്ലത്തില്ല, എന്തിക്കോസുകാരെ കൊല്ലും. പക്ഷെ അത് തമ്പുരാൻ അനുവദിക്കണം. ആമേൻ. പ്രയോജനമുണ്ട്. ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം ഈ പട്ടണത്തിൽ എഴുന്നേക്കുമെന്ന് ഞാൻ വിശ്വസിക്കാതെ പറഞ്ഞു. ഉപദേശത്തിന് വേണ്ടി കടുത്തറുത്ത് താഴെയിട്ടാലും ദൈവവചനം വിട്ടൊരു കളിക്ക് കൂട്ടു നിൽക്കത്തില്ലെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു പറ്റം അഭിഷിക്തന്മാർ ഈ പട്ടണത്തിൽ കൈകോർക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുക. ആമേൻ. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ബാധയെന്ന് പറഞ്ഞ പ്രയോഗത്തെ പൗലോസ് നിഷേധിക്കുക. നിങ്ങളെ ഇവരെന്നെ കുറിച്ച് ബോധിപ്പിച്ച അന്യായം നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ആർക്കും കലക്കം ഉണ്ടാക്കുന്നവനായിട്ടുമില്ലെന്ന് പൗലോസ് തന്നെ നിഷേധിക്കുക. അല്ലാതെ ദൈവം പൗലോസിനെ ബാധയെന്നൊന്നും വിളിച്ചിട്ടില്ല. ഇതുപോലെ പയറും തീയും ഇറങ്ങി പയറ് തീയ പരിശുദ്ധാത്മത്തി ഓരോ വ്യാഖ്യാനങ്ങളെ അതിന് പറയുന്നത് അറിയാമോ? യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലോർത്തവരോട് ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ തീ ആലോചന കഴിപ്പിക്കും. തീ. അതിന്റെ താഴോട്ട് കൂടെ വായിക്കണം. എന്താ? വീശുമുറ അവന്റെ കയ്യിൽ ഉണ്ട്. അവൻ വീശി നല്ലത് വേർതിരിക്കും, അതിന് തീയിലിട്ട് ചുട്ടുകളയും എന്ന് പറഞ്ഞാൽ എന്റെ പിന്നാലെ വരുന്നവനുണ്ട്. വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവനെ തീയിലിട്ട് കളയാനും അധികാരമുള്ളവനാ പുറകെ വരുന്നത്. അതിന്റെ തെളിവ് യോഹന്നാൻ 5:22 കിടപ്പുണ്ട്. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അധികാരമുള്ളവൻ പുറകെ വരുന്നുണ്ട്. ഇനി വേറെ വ്യാഖ്യാനം പറയുന്നത് അത് മർക്കോസിന്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് തീ നാവ് പോലെ വന്നു. അവിടെ ഒരു വാക്കുണ്ട്, പോലെ. പോലെ പോലെ എന്ന് പറഞ്ഞാൽ ഉപമ അല്ലേ? ഉണ്ടെന്നില്ല. ആമേൻ. ഇരമ്യാവ് 18:6 കർത്താവിന്റെ വചനം പറയുന്നു, ഇസ്രായേലേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. പോലെ. കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ. ഇപ്പൊ രണ്ട് വ്യക്തികളെ ഇവിടെ ഉപമിച്ചു. എന്തിനെ? കുശവനെ ദൈവത്തോടും മണ്ണിനെ ജനത്തോടും. അതിനർത്ഥം സ്വർഗത്തിലെ ദൈവം കുശവനാണോ? ഉണ്ടെന്നില്ല. ഇനി യേശുക്രിസ്തു സ്നാനമേറ്റ് കയറിയ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ വരുന്നത് യോഹന്നാൻ കണ്ടു. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പ്രാവിരിക്കുക. പരിശുദ്ധാത്മാവ് പ്രസംഗം കേൾക്കാൻ വന്നതാണ് ചോദിക്കാറുണ്ട്. യേശുക്രിസ്തു കുഞ്ഞാടെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആടിനൊക്കെ യേശുപ്പ ഏത് കാലത്തായി ജീവിക്കുന്നത്? ആമേൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ളതൊന്നും പറയണ്ട. പരിശുദ്ധാത്മാവിനെ തീയാട്ടങ്ങ് വ്യാഖ്യാനിച്ചു കൊണ്ടുപോയാൽ ഈ തീയുടെ പുറകെ നീ പോകുന്നത് ഏറ്റവും കൂടുതൽ തീയുള്ള ഒരു സ്ഥലത്തേക്കാണ്. പേര് നരകം. കെടാത്ത തീ. ഹല്ലേലൂയ. വചനം പഠിക്കും, വചനത്തിൽ നിൽക്കുക. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പേരിൽ ഇത്തരത്തിലുള്ള വിക്രികളും വികൃതികളും കാണിച്ചിട്ട് പരിശുദ്ധാത്മാവെന്നും പറഞ്ഞു, യോ കസേര എടുത്ത് പോക്കുന്നു, ഹനുമാൻ ഗതയും കൊണ്ട് നിൽക്കുന്ന പോലെ കസേര കൊണ്ട് അടിക്കാൻ നിൽക്കുന്നു, കിടന്ന് ഉരുളുന്നു, മറിയുന്നു, കിടന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, ഉരുളി പ്രസംഗിക്കുന്നു. എന്തെല്ലാം പരിപാടികളാ പരിശുദ്ധാത്മാവിന്റെ പേരിൽ കാണിക്കുന്നത്? നിങ്ങൾക്ക് പുസ്തകത്തിൽ തെളിയിക്കാമോ? പരിശുദ്ധാത്മാവ് വന്നാൽ ആ പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞത് ആരാ? യേശുവാ. ആ യേശു തന്നെ എന്തിനാ അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺസൺ ദാനിയേൽ വാസ്തു ഇവിടെ നിന്നുകൊണ്ട് നാട്ടിൽ വിളിച്ച് മോനെ ഷബീറെ, ഞാൻ ഒരു 10,000 രൂപ അങ്ങോട്ട് അയച്ചു തരാം. നീ ആ അയക്കുന്ന പൈസ ചെറുവക്കലിൽ ചെന്നിട്ട് ഇന്ന ആളുടെ അടുത്ത് ഇന്ന രീതിയിൽ ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞ് അയക്കുന്നേ. ഞാൻ അതല്ല ചെയ്യുന്നെങ്കിലും വിടുന്നില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞ കർത്താവ് എന്തിനയക്കുന്ന പറഞ്ഞിട്ടുണ്ടോ? വായിക്കുക യോഹന്നാൻ 14:26. 14:26. യോഹന്നാൻ 14:26 വായിച്ചേ. ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിൽ പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും. പരിശുദ്ധാത്മാവ്
വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉപദേശിച്ചു തരികയും ഉപദേശം പറഞ്ഞു തരും. കൊണ്ടുന്നില്ല. ഒന്ന്, വ്യാഖ്യാനമൊന്നും വേണ്ട. ഒന്ന്, പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉപദേശിക്കും. ഒന്ന്. രണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് കൽപ്പിച്ച കൽപ്പനകൾ എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും. അല്ലാതെ യേശു കൽപ്പിച്ച ഗിരിപ്രഭാഷണം വേണ്ട എന്ന് പറയാനുള്ള പരിശുദ്ധാത്മാവ് വരുന്നത്. യേശു പഠിപ്പിച്ച കൽപ്പന ഓർമ്മപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? ഇനി 15-26 വായിക്കാം. 3. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ആരെ കുറിച്ച്? ഈ എന്നെ എന്നുള്ള പദം ആരെ കുറിച്ചാ? യേശു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നീ ആരെ കുറിച്ച് പറയും? നീ കാണുന്നവരും ഇടപെടുന്നവരും നിന്നെ വിടുവിച്ച യേശുവിനെ കുറിച്ച് നീ പറയും. അല്ലാതെ അമേരിക്ക വന്ന ആയുസിൽ ഒരുത്തനോട് കർത്താവിനെ കുറിച്ച് പറയാതെ സഭയ്ക്കകത്ത് വന്നിരുന്ന് 2 തമ്പേർ അടിച്ചു പൊട്ടിച്ച് 3ാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ചെന്ന് ആത്മാവ് വരുമ്പോ ഇത് ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കണം. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയും. ആത്മാവ് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്നത് ചെയ്യാൻ ഏൽപ്പിച്ചാണ് അയക്കുന്നതെങ്കിൽ അയക്കുന്ന കാര്യം ചെയ്തിരിക്കണം. അത് പ്രത്യേകിച്ച് ഷമീർ ചിലപ്പോൾ അനുസരണക്കേടാണ് ചെയ്യാതിരുന്നാലും ദൈവവൈതൽ ദൈവവചനം അനുസരിച്ചിരിക്കണം. കാരണം യോഹന്നാൻ 8:31 പറഞ്ഞു, എടുക്കണ്ട, 8:31 പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായിട്ടുണ്ട്. അപ്പൊ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ ആത്മാവ് വരുമ്പോൾ ഇത് നടക്കണം. യേശുവിനെ കുറിച്ച് പറയണം. 16:8. അടുത്തത് 16:8. അവൻ അന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അടുത്തത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. കണ്ടോ, ഇവിടെ ആ കുഴപ്പം. ഒരു കൂട്ടർ ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടു, ബോധം വരുത്തുമെന്ന്. അല്ല, അതിനിടയ്ക്ക് ഒരു കൊച്ചു കഷണമുണ്ട്. നമ്മൾ പലപ്പോഴും ഈ കഷണം അങ്ങ് വിഴുങ്ങും. ഈ കഷണം വിഴുങ്ങരുത്. ഈ കഷണം വിഴുങ്ങുന്ന ഇത്രയും കുഴപ്പം. ചിലർ പറയുന്നത് കൊണ്ട് കയറിയുന്നുണ്ട്, എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെ അമ്മയോ വീടോ വസ്തുവോ നിലങ്ങളെയോ മക്കളെയോ വിട്ടാൽ കർത്താവ് നിന്നോട് പറയുന്നു ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ്. അതിനിടയ്ക്കൊരു കഷണമുണ്ട്, അത് വിഴുങ്ങി. അറിയോ എന്താണ്? മാർക്കോസ് 10:29 വായിക്കാം. മാർക്കോസ് 10:29. അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും. ഈ ലോകത്തിൽ തന്നെ എല്ലാരും പറഞ്ഞു എന്താ കൂടെ? ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ്. ഈ 100 മടങ്ങ് വേണ്ട ഒരു സ്വത്രം പറ. കൈ പൊങ്ങിയില്ലേ? ഇതൊന്നും ഇതിന്റെ വള്ളി പുള്ളി ഇവിടുത്തെ വലിയ അച്ചാച്ചന് വേണ്ടി മാറാൻ പോകുന്നില്ല. ഷമീർ അല്ലേ പുള്ളി മുസ്ലിമിൽ നിന്ന് വന്നല്ലേ? ഒരു കോംപ്രമൈസും ഇല്ല. ബിക്കോസ് മുഖപക്ഷം ഇല്ല. എനിക്കതാ മനസ്സിലാകാത്ത. ചിലർ പറയും, പക്ഷേ നിങ്ങളൊക്കെ ഈ ജാതികളിൽ നിന്ന് വന്നോണ്ട് ഇതൊക്കെ പറയാം, ഞങ്ങളൊക്കെ പിന്നെ പണ്ടേ ഇപ്പൊ നമ്മള് ജാതികളിൽ നിന്ന് ഇവൻ യഹൂദനാ. ഇവിടെ ആരാ യഹൂദൻ? വേദപുസ്തകപ്രകാരം ഞാൻ പഠിച്ചതിൽ 3 കൂട്ടം ആൾക്കാരേ ഉള്ളൂ. 1 യഹൂദൻ, 2 യഹൂദൻ അല്ലാത്ത സകല എണ്ണത്തിനെയും തമ്പുരാൻ വിളിച്ച ഒറ്റ പേരാ ജാതി, 3 കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഇതിനകത്ത് ഈ 3-1 ഉള്ളൂ. യഹൂദൻ ഇല്ലെന്നാ എന്റെ വിശ്വാസം. എന്റെ പപ്പ യഹൂദനാന്നുള്ള ഒരു കരം ഉയർത്തിപ്പിടിച്ചേ ഇല്ലല്ലോ. വല്യപ്പച്ചൻ യഹൂദനാന്നുള്ളവരെ ഇല്ലല്ലോ. വലിയ കോളറൊന്നും പിടിക്കണ്ട, അവിടെ ഇരുന്നാ മതി. യഹൂദനല്ലാത്ത 2 കൂട്ടം ഇതിനകത്തുള്ളൂ. ഒന്നുകിൽ നീ ജാതി, അല്ലെങ്കിൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഇതിൽ ജാതിയെ കർത്താവ് കൊണ്ടുപോവുകയല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കൊണ്ടുപോകാനാ കർത്താവ്. ഞാൻ വിഷയത്തോട് ഓടി വരാം. അതുകൊണ്ട് അതൊന്നും പറയണ്ട. മുഖപക്ഷമില്ലാത്ത ദൈവം പറയുക ആമേൻ. ഈ ഇടയ്ക്കുള്ള കഷ്ണം നമ്മൾ വിഴുങ്ങരുത്.
അതുകൊണ്ടാണ് നേരത്തെ വായിച്ച വേദഭാഗത്തിൽ അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിന് ബോധം വരുത്തും. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ലോകത്തിന്റെ നടുവിൽ ഇറങ്ങി നിന്ന്, മനുഷ്യ നീ പാപിയാ, ആദാമ്യ പാപത്തിന് ലോകമേ നീ അടിമപ്പെട്ട് കിടക്കുക, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ നീതിയായ ക്രിസ്തു വെളിപ്പെട്ടു വന്നു, അവനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വരുന്നുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തോട് വിളിച്ചു പറയണം. ചുരുക്കി കൂട്ടി പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നാൽ നീ ലോകത്തോട് ഇറങ്ങി സുവിശേഷം പറയണം. മനസ്സിലായോ? ഇനി അതിന്റെ 13-ാം വാക്യം, 5-ാമത്തെ പോയിന്റ്. പരിശുദ്ധാത്മാവ് വന്നാൽ 16-13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നിൽക്കട്ടെ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സൂത്രത്തിലും വഴി നടത്തുമെന്നല്ല, ഉണ്ടെന്നില്ല, സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ സത്യം വിട്ടൊരു കളിക്ക് നീ കൈ കൊടുക്കത്തില്ല, സത്യം വിട്ടൊരു കളിക്ക് നീ കൈയടിക്കത്തില്ല, സത്യം വിട്ടൊരു കളിക്ക് നീ കൂട്ടു നിൽക്കത്തില്ല. അവൻ സത്യവചനത്തിനു വേണ്ടി, പഥ്യവചനത്തിനു വേണ്ടി നിലനിൽക്കും. പരിശുദ്ധാത്മാവ് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ പഠിക്കേ. ഈ എഴുതിയിരിക്കുന്ന ഗുണങ്ങളൊന്നും ഒട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവന് വരുന്നുമില്ല. കസേര എടുത്തുകൊണ്ട് തലകുത്തി മറിയുകയും ചെയ്യുന്നു. ഇതെവിടാണോ ഉള്ളത്? ആദ്യം പുസ്തകത്തിൽ ഉള്ളത് ചെയ്യും. ഉണ്ടെന്നില്ലല്ലോ. പെന്തിക്കോസി വന്നാൽ പറഞ്ഞല്ലോ, സമുദായക്കാരെ പോലെ നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി. എന്നാ അനുസരിക്ക്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെളിപ്പെട്ട് വരട്ടെ. അതൊന്നും പുസ്തകത്തിൽ ഉള്ളതൊന്നും വരുന്നുമില്ല. ഇല്ലാത്തതെല്ലാം കാണിച്ചു കൂട്ടി ഓട്ടം തുള്ളൽ നടത്തി ഗ്ലാസും ചെക്കും ചവിട്ടി പൊട്ടിച്ച് പ്രാപിച്ചോ പ്രാപിച്ചോ പൊട്ടട്ടെ 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 ബോംബ് വെച്ചിട്ടുണ്ടോ പൊട്ടട്ടെ. പരിശുദ്ധാത്മാവിന്റെ വില കുറച്ചിട്ട് ജാതികളുടെ നടുവിൽ ദൈവാത്മാവിനെ മിമിക്രിക്കാർ പോലും എടുത്തിട്ട് കളിയാക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ വില കുറച്ചെടുത്തിട്ട് കൊടുക്കുന്ന ഇവനൊക്കെ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടുന്ന ഒരു ദിവസം. എന്തിനാ? അത്യാവശ്യം ഇച്ചിരി ചില്ലറ കിട്ടുമായിരിക്കും അല്ലേ? നിങ്ങളൊരു കാര്യം കുറിച്ചിട്ടോ, ഈ വചനം വിറ്റിട്ട് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കിയിട്ട് കള്ളക്കണക്ക് എഴുതിയിട്ട് ചർച്ചിന്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ കൂടെ വീടും കാറും വാങ്ങുന്ന നിന്റെ ഒന്നും തലമുറ 10 രൂപ ഇതിന്റെ നന്മ അനുഭവിക്കത്തില്ല. കുറിച്ചിട്ടു വചനവിരുദ്ധമായി ഇല്ലാത്ത കള്ളപ്പേപ്പറുകളും കള്ളരേഖകളും ഉണ്ടാക്കി പണം തട്ടുന്നെങ്കിൽ കുറിച്ചിട്ടോ, നിന്റെ തലമുറ ഇതിന്റെ ഒരു നന്മ അനുഭവിക്കുന്ന നീ കാണത്തില്ല, കാണത്തില്ല, കാണത്തില്ല. അമ്മേ തിരിച്ചറിയണം. എന്തിനാ? പട്ടിണി കിടന്നാലും അതിന് അന്തസ്സുണ്ട്. വചനത്തിൽ നിന്ന് കഞ്ഞിയും പയറുവാണെങ്കിൽ സ്തോത്രം പറഞ്ഞ് കുടിച്ച് കിടക്കാം. എനിക്കാണ് ഓടി പോയാൽ മതി പറഞ്ഞ് നിൽക്കുക. ഞാൻ ആ കവലെ ഒരു ദിവസം 5ഉം 6ഉം കവലെ പ്രസംഗിക്കുന്നവനെ ഞാൻ. ആ 5 കവലെ പ്രസംഗം അവിടെ കനമുള്ള കവർ തരാനൊന്നും ആരും ഇല്ലെന്നേ ഉള്ളൂ. 5 കവലെ പ്രസംഗം ചിലപ്പോൾ 2 അടിയായിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഉറങ്ങുന്ന ഉറക്കത്തിനൊരു സുഖമുണ്ട് കേട്ടോ. കർത്താവിനെ അറിയാത്ത ജനത്തിന്റെ നടുവിൽ കർത്താവിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് പോയി കിടന്നാൽ അന്നത്തെ ഉറക്കത്തിന് കഞ്ഞിയും പയറും കുടിച്ചുകൊണ്ടാണെങ്കിൽ ഒരു സുഖമുണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ സന്തോഷം, രക്ഷയുടെ സന്തോഷം അതൊക്കെയാ. അല്ലാതെ വെട്ടിത്തിളക്കുന്ന ഡോളർ വെട്ടിക്കണക്കിന് എടുത്തു വെച്ചിട്ട് രക്തം ചെയ്യും ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞ് സന്തോഷമല്ല. മൊട്ടു സൂചി പോലും കൊണ്ടുപോവുകയല്ല. മടങ്ങി വാ, മടങ്ങി വാ, വചനത്തിലേക്ക് മടങ്ങി വാ. പരിശുദ്ധാത്മാവ് വന്നാൽ ഇതൊക്കെ ചെയ്യണം. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന് നമ്മൾ വായിച്ചല്ലോ. ആ രംഗമാണ് എവിടെ സംഭവിച്ചത്? പത്രോസിൽ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ലോകത്തിന്റെ നടുവിലോട്ട് ഇറങ്ങി നിന്ന് മുഴക്കം കേട്ട് വന്നുകൂടിയ പുരുഷാരത്തോട് സുവിശേഷം പ്രസംഗിച്ചു. ക്ലിയർ അല്ലേ? അത് കേട്ടവരുടെ ഹൃദയത്തില എന്ത് സംഭവിച്ചു? അതിലേക്ക് വരാം. അത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി. ഒന്നുകിൽ ഈ പാർഷ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളിയിൽ പോകും. രണ്ടിലൊന്നും തീരുമാനിച്ചിട്ട് മതി. ഇനി ഇവിടെ ആരാധന സെക്രട്ടറി വേറെ കൂട്ട് വേണ്ടി ചർച്ച കൂട്ടി കൂടാ. ഈ കളിയൊന്നുമില്ല. കുത്തുകൊണ്ടവര് കമ്മിറ്റി കൂടി പാർഷ സ്ഥലം മാറ്റാൻ ശ്രമിക്കുകയല്ല.
കുത്തുകൊണ്ടവര് മാനസാന്തരത്തിലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. ഇന്നതല്ല, ഇന്ന് ചങ്കത്ത് കുത്തുകൊണ്ടുപോയാൽ ഉടനെ ഇവനെ ഒതുക്കണം, ഇവനെ വിട്ടുകൂടാ. ആമേ. എടാ, ഒതുക്കാൻ നീ അല്ല വിളിച്ചത്. ഈ തടിക്കകത്ത് ഉരയ്ക്കുന്നൊരു പേപ്പറുണ്ട് നാട്ടിൽ, സാൻഡ് പേപ്പർ എന്ന് പറയും അല്ലേ? ഈ പേപ്പർ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ പേപ്പറിന് ഒരു ചിന്തയുണ്ട്, ഇപ്പൊ തടി തേഞ്ഞങ്ങ് തീരുവന്ന്. ഉരയ്ക്കും തോറും ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുക, തടി നല്ല മിനുസമായിക്കൊണ്ടിരിക്കുക. ഓ എന്നാ ഉരയ്ക്കും, നീ ഉരയ്ക്കാനുണ്ടെങ്കിലേ തടി മിനുസമാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിടി കിട്ടുന്നുണ്ടോ? ആമേൻ. മടങ്ങി വരാം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ അവർ കുത്തുകൊണ്ടു. അടുത്ത ചിന്തയിലേക്ക് വരിക. താഴോട്ട് വായിച്ചേ. എന്താ ഞങ്ങൾ ചെയ്യേണ്ടിയെന്ന് ചോദിച്ചു. കണ്ടോ? പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പൊ അവിടെ ഒരു കാര്യം കൂടെ അടിവരയിട്ട് അങ്ങ് ഉറപ്പിച്ചു. സ്നാനപ്പെടേണ്ടിയത് ആരാ? മാനസാന്തരപ്പെട്ടവൻ അല്ലേ? അല്ലാതെ മാനസാന്തരം എന്ന് എഴുതി വെച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച് 2000 വർഷം കർത്താവായ യേശുക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്ന് മരിച്ചു നടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേറ്റെന്നും നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞെ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? അപ്പൊ കുഞ്ഞ് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്. എനിക്ക് വേണ്ടി സ്നാനപ്പെടുത്താവേ, അതാ സ്നാനം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കണം. ഇടയ്ക്കൊരു കഷ്ണം ഉണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞല്ലോ. അത് കേട്ട് ചിലർ പള്ളി ഉണ്ടാക്കി വേറെ. യേശുവിനെ വാഗ്ദത്ത മശികയായി അംഗീകരിക്കാത്ത യഹൂദന്റെ നടുവിൽ ആ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അവിടെ കൽപ്പന കിടക്കുന്ന കർത്താവിന്റെ കൽപ്പനയിൽ തന്നെയാണ്. അത് വിശദീകരിക്കുന്നില്ല, ആവശ്യമെങ്കിൽ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം. എൻ്റെ വിഷയം അതല്ല, സമയം പോകുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്നാനപ്പെടണം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ച് വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. ഓ, ഇത്രയും ഇനി പറയണോ? ഒന്നും പറയാനില്ല. ഈ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ കൂടി വന്നത്, നിങ്ങളുടെ മക്കൾക്കും എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറയ്ക്കും. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ എന്ന് പറഞ്ഞാൽ ഷമീറിനും സിയാദിനും നസീറിനും നാരായണനും കറിയാക്കും മമ്മദൂട്ടിക്കും എല്ലാം എന്ത് കൊടുക്കും? ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ കൊടുക്കും. ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അടുത്ത മറ്റു പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വാക്കുകളുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ പറഞ്ഞു. സുവിശേഷത്തിൽ എപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന പദം രക്ഷിക്കപ്പെടണം. അപ്പച്ചന്മാരുടെ കാലത്ത് സബ്ജക്റ്റ് ബേസ് ചെയ്ത് മാനസാന്തരം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ആത്മനിറവ്, ഉപദേശം, ഇതൊക്കെയാ. ഇന്ന് ആ വാക്കുകളൊന്നും ഒറ്റ കൺവെൻഷനിൽ കേൾക്കാനില്ല. അന്യം നിന്നുപോയി. സിംഹവാലം കുരങ്ങ് അന്യം നിന്നെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അന്യം നിന്ന 2 പദമാണ് വിശുദ്ധി, വേർപാട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വേർപാടെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് അവര് ഈ കോലം എല്ലാം കെട്ടി നടക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം നിങ്ങളുടെയാ. മനസ്സിലായില്ല? പലരും പറയുന്നത് പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല, കുറ്റം നിങ്ങളുടെയാ. എന്താ കാര്യം എന്നറിയാമോ? വേദപുസ്തകത്തിൽ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയെ അറിയാത്തൊരു തലമുറ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. യഹോവയെ അറിയാത്തൊരു തലമുറ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായി? പറഞ്ഞു തരാം.